ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ, പരിശുദ്ധ റമളാനിൻ്റെ മൂന്നാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഏറ്റവും പുണ്യമേറിയ സമയങ്ങളും സന്ദർഭങ്ങളുമാണ് ഇനി നമുക്ക് കടന്നു വരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങൾ വരുമ്പോൾ കാര്യഗൗരവത്തോടുകൂടി പ്രത്യേകം കഠിനാധ്വാനം ചെയ്തിരുന്നു നന്മയുടെ മാർഗങ്ങളിൽ. അവിടുത്തെ പ്രിയപത്നി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നു, വഅൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫീ റമളാന മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി വഫിൽ അശ്റിൽ അവാഖിരി മിൻഹു മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ പറയുന്നത്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിലെ പ്രത്യേകമായി പരിഗണിച്ച ഇബാദത്തിൽ മുഴുകിയിരുന്നു. യജ്തഹിദു ഫീ റമളാന മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. റമളാൻ അല്ലാത്ത മാസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത വലിയ കഠിനാധ്വാനം റമളാനിൽ ചെയ്തിരുന്നു. റമളാനിൽ വന്നാൽ സൽക്കർമ്മങ്ങളിൽ മുഴുകുവാനും ഇബാദത്ത് ചെയ്യുവാനും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിതം ക്രമീകരിക്കുവാനും വലിയ ശ്രദ്ധ പുലർത്തിയിരുന്നു. വഫിൽ അശ്റിൽ അവാഖിരി മിൻഹു മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളാകുമ്പോൾ അതിനു മുമ്പുള്ള 20 ദിവസത്തേക്കാൾ കൂടുതൽ ഇബാദത്തിൽ മുഴുകുകയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ക്രമീകരിക്കാൻ വലിയ ത്യാഗങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് ആയിഷ ബീവി പറയുന്നു. ആയിഷ ബീവി മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റുൽ അവാഖിറു മിൻ റമളാൻ അഹിയൽ ലൈല വഅയ്ഖല അഹ്ല വജദ്ദ വശദ്ദൽ മിഅ്സറ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ ദഖലൽ അശ്റുൽ അവാഖിറു മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ അഹിയൽ ലൈല, രാത്രി സജീവമാക്കുമായിരുന്നു, രാത്രിയെ ജീവിപ്പിക്കുമായിരുന്നു. വഅയ്ഖല അഹ്ലഹു, തൻ്റെ ഭാര്യമാരെ, തൻ്റെ കുടുംബത്തിലുള്ളവരെ വിളിച്ചുണർത്തുകയും ചെയ്യും. വജദ്ദ വശദ്ദൽ മിഅ്സറ, കഠിനാധ്വാനം ചെയ്യും, അരയുടുപ്പിനെ മുറുക്കിയെടുത്ത് കഠിനത്യാഗിയായി ഇബാദത്തിൽ മുഴുകുന്ന സ്വഭാവക്കാരനായിരുന്നു പുണ്യനബി. ഇവിടെ പറയുന്നത്, രാത്രി റസൂലുള്ളാഹി തങ്ങൾ ഉറങ്ങാതെ ഇബാദത്തിൽ മുഴുകുമായിരുന്നു. പ്രവാചകർ മാത്രമല്ല, തൻ്റെ വീട്ടിലുള്ള തൻ്റെ കുടുംബത്തിലുള്ള ഭാര്യമാരെയും വിളിച്ചുണർത്തി വളരെ കഠിനാധ്വാനം ചെയ്യും. അതിനുവേണ്ടി അരയുടുപ്പിനെ ശരിക്കും മുറുക്കിയെടുക്കുന്ന സ്വഭാവക്കാരനായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് ഈ വചനത്തിലൂടെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്രയും പുണ്യമേറിയ നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശത്തിൻ്റെയും ദിവസങ്ങളാണ് എന്ന് പറഞ്ഞ ആഖിറുഹു ഇത്ഖും മിനന്നാർ എന്ന് പറഞ്ഞല്ലോ, അവസാനം നരകമോചനത്തിൻ്റെതാണ് എന്ന് ആ ഒരു ദിവസത്തിലേക്ക് കടന്നു വരികയാണ്. അതുപോലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറഞ്ഞതുമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ആയിഷ ബീവി തന്നെ പറയുന്നുണ്ട്, റസൂലുള്ളാഹി തങ്ങൾ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുജാവിറു ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. റസൂലുള്ളാഹി തങ്ങൾ റമളാനിലെ അവസാനത്തെ 10 ദിവസം വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും? യഅ്തകിഫു എന്നാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്. റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ പ്രവാചകൻ പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നതിൽ വളരെ ശ്രദ്ധ പുലർത്തിയിരുന്നു. വയഖൂൽ, എന്നിട്ട് പറയുമായിരുന്നു, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. റമളാനിലെ അവസാനത്തെ 10 ഏറ്റവും പുണ്യമേറിയ രാത്രി എന്ന് ഖുർആനിൽ പറഞ്ഞ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്ന്. അത്രയും മഹത്വമുള്ള ദിവസങ്ങളാണ് ഇനി നമുക്ക് കടന്നു വരുന്നത്. ആയിഷ ബീവി തന്നെ പറയുന്നുണ്ട്, ഞാൻ പ്രവാചകനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ലൈലത്തുൽ ഖദർ എന്നാണെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ എന്താണ് അതിൽ പറയേണ്ടത്? അപ്പോൾ റസൂല പറഞ്ഞു, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ആയിഷ, നീ പറഞ്ഞു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫൂവൻ, തീർച്ചയായും നീ മാപ്പാണല്ലോ, തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനുമല്ലേ, ഫഅഫു അന്നി, അതുകൊണ്ട് എന്നെ തൊട്ട് നീ മാപ്പ് നൽകണേ എന്ന് ആയിഷ നീ നിരന്തരമായി പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള പ്രാർത്ഥന റസൂലുള്ളാഹി തങ്ങൾ പ്രത്യേകം മഹത്വവൽക്കരിച്ച് പഠിപ്പിച്ചു തന്നതാണ്. ഇതൊന്നും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറഞ്ഞ ദിനരാത്രങ്ങളാണ് ഇനി നമുക്ക് മുമ്പിൽ കടന്നു വരുന്നത് എന്നും
വളരെ കൃത്യമായി നാം ആലോചിക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുകയും ചെയ്ത് റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ നന്മ ചിട്ടപ്പെടുത്തി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലുള്ള വഴികളിലൂടെ സഞ്ചരിച്ച് ഒരുപാട് സൽക്കർമ്മങ്ങൾ, തറാവീഹ് നിസ്കാരവും ജമാഅത്തായി നിസ്കരിക്കുന്നതും സുന്നത്ത് നിസ്കാരങ്ങളും ഖുർആൻ പാരായണവും എഴുത്തികാഫിരിക്കുന്നതും തസ്ബീഹ് തഹ്ലീൽ തംജീദ് തക്ബീറുകളിൽ മുഴുകുന്നതും നന്മ പറയുന്നതും നന്മ ഷെയർ ചെയ്യുന്നതും അങ്ങനെ ഒട്ടനവധി നന്മകൾ ജീവിതത്തിൽ പകർത്തി വിജയം നേടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ റമദാനിലെ അവസാനത്തെ 10 ആത്മാർത്ഥമായുള്ള ദുആയിൽ ഈ വിനീതനെയും ഉൾപ്പെടുത്തണമെന്ന് അറിയിച്ചു നിർത്തുന്നു. എൻ്റെ ദുആയിൽ നിങ്ങളെയൊക്കെ ഞാൻ ഉൾക്കൊള്ളിക്കുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.